ഒരു മാസത്തിലധികം ജുഡീഷ്യൽ കസ്റ്റഡിയിലായാൽ മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്ന വിവാദ നിയമ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര നീക്കം. 30 ദിവസത്തിലധികം ജയിലിൽ കിടന്നാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർക്ക് സ്ഥാനം നഷ്ടമാകും. ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ തീരുമാനം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 12 മണി വരെ നിർത്തിവെച്ചു. വിവരങ്ങളുമായി CBC ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, ഈ വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെ വളരെ ധൃതി പിടിച്ച് ഈ ബില്ല് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശശുക്തി രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. പ്രതിപക്ഷ നേതാക്കളെ, പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ വേട്ടയാടാൻ ലക്ഷ്യമിട്ടുള്ളത് തന്നെയാണ് ബില്ല്. ED ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച്, ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവാദ ഈ നിയമ ഭേദഗതി ബിൽ കൂടി കൊണ്ടുവരികയും ചെയ്തത്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ഇന്ന് ചേരുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്ന് രാവിലെ പാർലമെന്റ് ചേർന്നയുടൻ സംഭവിച്ചത്? പാർലമെന്റിലെ ഇരു സഭകളും ഇപ്പോൾ 12 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സഭ ചേർന്നപ്പോൾ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം വലിയ രീതിയിൽ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒന്ന് SCR, മറ്റൊന്ന് ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ, ഈ രണ്ടിലും പ്രതിഷേധം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടുത്തരത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തര വേളയിലേക്ക് പോലും നടക്കാൻ അനുവദിച്ചില്ല. വലിയ പ്രതിഷേധമായിരുന്നു. 2-3 മിനിറ്റ് മാത്രമാണ് ലോക്സഭ ചേർന്നത്. അതിനുശേഷം 12 മണി വരെ സ്പീക്കർ ഓം ബിർള ലോക്സഭ പിരിയുന്നതായി അറിയിക്കുകയായിരുന്നു. പ്രതിപക്ഷം അവിടെ പൂർണ്ണമായും ഈ നിരത്തിലിറങ്ങിക്കൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം തീർക്കുകയും ചെയ്തു. രാജ്യസഭയിൽ ചെറിയ ഒരു ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മാത്രം പിന്നീട് ഈ വിവിധ അടിയന്തര പ്രമേയ നോട്ടീസുകൾ അവതരിപ്പിക്കുകയും ആ നോട്ടീസുകളുടെ അനുമതി നിഷേധിക്കുകയും ചെയ്തതോടെ അവിടെയും പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് വലിയ രീതിയിൽ പ്രതിഷേധം തീർത്തു. പ്രതിഷേധം തുടങ്ങിയ ഉടൻ തന്നെ രാജ്യസഭയും 12 മണി പിരിയുകയായിരുന്നു. എന്തായാലും ഇന്ന് ലോക്സഭയും രാജ്യസഭയും ഇപ്പോൾ പതിവ് പോലെ തന്നെ പിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ ദിവസവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഉള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി SIR മാത്രമല്ല, വോട്ടുചോരി മാത്രമല്ല, അതിനൊപ്പം തന്നെ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ കൂടി പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെ ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ എംപിമാരും ഒരുമിച്ച് യോഗം ചേരുകയും കല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവരാനുള്ള നീക്കം എന്ന് പറയുന്നത് കൃത്യമായി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം തന്നെയാണെന്ന് ഒന്നടങ്കം പ്രതിപക്ഷം. ഇതിനകത്തെ ഈ ബില്ല് വലിയ കാടത്ത ബില്ലാണെന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ബില്ലാണ് ഇതെന്ന് ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ബില്ലിലെ അതിരൂക്ഷമായ വ്യവസ്ഥകളിൽ എന്തൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? 30 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടാകണമെന്നില്ല, അറസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള തരത്തിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അതിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ നിലവിൽ? ഈ ബില്ല് ഇന്നലെ അർദ്ധരാത്രി അവിടെയാണ് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുമെന്ന് അല്ലെങ്കിൽ പ്രധാന അജണ്ടയായി കേന്ദ്ര സർക്കാർ വെച്ചത്. ഇതിനെക്കുറിച്ച് കൃത്യമായൊരു പഠനം പോലും നടത്താനോ വായിച്ചു നോക്കാൻ പോലും പ്രതിപക്ഷ അംഗങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള വ്യാപകമായ പരാതിയുണ്ട്. ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഇതുവരെയുള്ള വിവരം അനുസരിച്ച് 30 ദിവസം ഒരു മന്ത്രിമാർ, ആരെങ്കിലും ഒരു ജനപ്രതിനിധി, അത് പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനത്തെ മന്ത്രിമാർ എല്ലാവരും ഉൾപ്പെടുന്ന ഈ ജനപ്രതിനിധികൾ 30 ദിവസം ഏതെങ്കിലും ഒരു കുറ്റത്തിന് 5 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് കസ്റ്റഡിയിലോ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് 31-ാം ദിവസം അവരുടെ സ്ഥാനം അവിടെ നഷ്ടമാകുമെന്നുള്ളതാണ്. ശരി സിബി, ഏതായാലും വിവാദ നിയമ ഭേദഗതി ബില്ലിൽ പ്രതിഷേധം കനക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് ചേരും. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 12 മണി വരെ പിരിയുകയും ചെയ്തു. വിവരങ്ങളാണ് CBC ജോസഫ് നൽകിയത്.